പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 4:4. അവിടെ വചനം പറയാണ്, ആബേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. അപ്പോൾ ആബേലിൻ്റെ കാഴ്ച വസ്തു, അതായത് ഒരു മനോഭാവമാണ്. നമുക്കറിയാം അല്ലേ, തൻ്റെ ആട്ടിൽ ഏറ്റവും നല്ല ആടിനെയാണ് ആബേല് സമർപ്പിക്കുന്നത്. അത് സമർപ്പണത്തെക്കാൾ ഉപരിയായിട്ട് ആബേലിന് ദൈവം ആരാണെന്ന് അറിയാം, ദൈവത്തിന് എന്താണ് നൽകേണ്ടതെന്ന് അറിയാം. അതുകൊണ്ടല്ലേ അബ്രാഹത്തോട് ദൈവമായ കർത്താവ് പറയാണ്, നീ പ്രിയപുത്രനായ ഇസഹാക്കിനെ എനിക്കായിട്ട് ബലിയർപ്പിക്കണം. അതുകൊണ്ട് അനുസരിക്കുകയാണ്. അതായത് പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് മനസ്സിൻ്റെ മനോഭാവം, ഞാനൊരു ആത്മീയനാണ് എന്ന് പറയുമ്പോൾ എൻ്റെ മനോഭാവങ്ങൾ എത്രമാത്രം ദൈവികമാണെന്ന് ഞാൻ ചിന്തിക്കണം. ഞാൻ ആത്മീയനാണ് എന്ന് പറയുകയും ആത്മീയമായ നല്ല ഒരു മനോഭാവവും എൻ്റെ ഉള്ളിലില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അത് കപടഭക്തിയാണ്. അതുകൊണ്ട് ആബേലിൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ആബേലിൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ മനോഭാവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മനോഭാവങ്ങളുമായി ചേർന്നു പോകുന്നതല്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ആ കഷ്ടം എന്നേ സ്വർഗം നമ്മെ നോക്കി പറയുകയുള്ളൂ. നമുക്ക് അത്തരത്തിലുള്ള നമ്മുടെ മനോഭാവങ്ങളെ കുറിച്ച് കുറേ കൂടി വിചിന്തനം ചെയ്യാനും നല്ല ശീലങ്ങളും മനോഭാവങ്ങളും വളർത്തിയെടുക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.